തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ അടിത്തട്ടിൽ ദശാബ്ദങ്ങൾ പഴക്കമുള്ള സർക്കാർ രേഖകൾ സൂക്ഷിക്കുന്ന സെല്ലാർ ഉണ്ടെന്നും അവിടെ നിന്ന് ശേഖരിച്ച പഴയ വിലപ്പെട്ട രേഖകളും മറ്റ് സംസ്ഥാനങ്ങളിലെ പുരാവസ്തു ശേഖരങ്ങളിലേക്ക് കൊണ്ടുപോയെന്നും ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരൻ വെളിപ്പെടുത്തുന്നു. ഇ.കെ. നായനാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 1988 താൻ സെല്ലാറിനുള്ളിൽ കടന്നുകൂടിയെന്നും പുറം ലോകം അറിയാതെ താമസിച്ചു എന്നുമാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം. മലയാള മനോരമയുടെ 100 വർഷത്തെ വ്യാജ ചരിത്രം തുറന്നു കാട്ടുന്ന രചന ഞാൻ നിർവഹിച്ചത് ഇതേ സെല്ലാറിൽ ഇരുന്നാണ്. അവിടെ നിന്ന് ശേഖരിച്ച പഴയ വിലപ്പെട്ട രേഖകളും കൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ പുരാവസ്തു ശേഖരങ്ങളിലേക്ക് നീങ്ങിയത്. അതെല്ലാം മറ്റൊരു ചരിത്രമായതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല എന്നാണ് ശക്തിധരൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. മുല്ലപ്പെരിയാർ പ്രശ്നം വീണ്ടും സജീവമാകുന്നതും സെക്രട്ടേറിയറ്റിലെ പുരാതന രേഖകൾ മറ്റ് സംസ്ഥാനങ്ങളിലെ പുരാവസ്തു ശേഖരങ്ങളിലേക്ക് നീക്കി എന്ന വെളിപ്പെടുത്തലും കൂട്ടി വായിക്കാവുന്നതാണ്. എൻ്റെ വാസം സെക്രട്ടേറിയറ്റിൻ്റെ അടിത്തട്ടിലുള്ള വിശാലമായ സെല്ലാറിലായിരുന്നു. നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയായിരുന്നു അതിനുള്ളിൽ കടന്നുകൂടിയത്. ആർക്കും എളുപ്പം കണ്ടെത്താവുന്ന ഇടമായിരുന്നില്ല വിശാലമായ സെല്ലാർ. ദശാബ്ദങ്ങൾ പഴക്കമുള്ള സർക്കാർ രേഖകൾ സൂക്ഷിക്കുന്നത് അവിടെയാണ്. പുറം ലോകം അതൊന്നും അറിയുന്നില്ല. സെക്രട്ടേറിയറ്റിൻ്റെ ഉള്ളിൽ ചവിട്ടി നടക്കുന്നവർക്ക് അറിയില്ല തങ്ങൾ നിൽക്കുന്നതിനടിയിൽ ഒരു പാതാളമുണ്ട് എന്നും ശക്തിധരൻ എഴുതിയിരിക്കുകയാണ്. CPM-ന്റെ ഉന്നത നേതാവ് കൊച്ചിയിലെ ദേശാഭിമാനി ഓഫീസിൽ വെച്ച് 2.35 കോടി രൂപ കൈതോലപ്പായയിൽ കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുപോയെന്ന് ജി ശക്തിധരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നേരത്തെ വിവാദമായിരുന്നു. സംഭവത്തിൽ പരാമർശിച്ച വ്യക്തികൾ മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യവസായ മന്ത്രി പി രാജീവുമാണെന്ന് വ്യക്തമായ സൂചന നൽകുന്ന ഫേസ്ബുക്ക് കുറിപ്പ് ശക്തിധരൻ വീണ്ടും ഇടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റും ഇപ്പോൾ ഏറെ വിവാദത്തിലേക്ക് കടക്കാനുള്ള സാഹചര്യമാണ് കാണുന്നത്.